സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം 19-ാം തീയതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. 2024 വർഷം കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുക ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട്. ഇതിൽ ഒരു ഗഡു കൂടി ഈ വർഷം വിതരണം ചെയ്യുമെന്നും ബാക്കി കുടിശ്ശിക 2025 സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നേരത്തെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ 2024 ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് 2 മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ പെൻഷൻ തുക ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കളെ നിരാശയിലാക്കിക്കൊണ്ട് ആദ്യ ഗഡുവെന്നോണം 1600 രൂപ വീതമാവും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക എന്നുള്ള അറിയിപ്പാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 2 ഗഡുവും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് സർക്കാർ ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിനാവശ്യമായ പണം, അതായത് 1800 കോടിക്ക് മുകളിൽ 2000 കോടി രൂപയെങ്കിലും ഈ 2 മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തിയെങ്കിൽ പോലും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും പ്രതീക്ഷിച്ചത്ര തുക സംസ്ഥാന സർക്കാരിന് സമാഹരിക്കാൻ കഴിയാതെ വന്നത് വെല്ലുവിളിയായി. ക്രിസ്മസിനോടനുബന്ധിച്ച് ആദ്യ ഗഡുവായി 1600 രൂപ വീതമാവും അക്കൗണ്ടുകളിലേക്ക് എത്തുക. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ പുതുവത്സരം പ്രമാണിച്ച് വീണ്ടും ആനുകൂല്യ വിതരണമുണ്ട്. വീണ്ടും 1600 രൂപ വീതം എത്തിച്ചേരും. ഇതുകൂടാതെ കുടിശ്ശിക മുഴുവനും നമുക്ക് എത്തിച്ചേരുന്നത് 2025 തന്നെയാണ്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടുണ്ട്. 2025 വരുന്ന ബജറ്റിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതിന് തൊട്ടു മുന്നോടിയായി തന്നെ പെൻഷൻ കുടിശ്ശികയും തീർത്ത് വിതരണം ചെയ്യാനാണ് സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത്. നവംബർ മാസം 6-ാം തീയതിയായിരുന്നു അവസാനമായി പെൻഷൻ വിതരണം നടത്തിയത്. നവംബറിലെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നവംബർ ഡിസംബർ കാലയളവിലെ 3200 രൂപ വീതം എത്തിച്ചേരും.